നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, കല്ല് പിഴിഞ്ഞാൽ നീര് വരില്ല. എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു പാറകഷ്ണത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലുമോ ഒരു തരി ജീവനോ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഒന്ന് നോക്കൂ. കഴിഞ്ഞ ഞായറാഴ്ച നഗരത്തിലെ ഒരു തിരക്കേറിയ റോഡിൽ ഒരാൾ ഹൃദയാഘാതം വന്ന് കുഴഞ്ഞു വീണു. ചുറ്റും കൂടിയവർ അയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം മൊബൈൽ ഫോൺ എടുത്ത് വീഡിയോ പകർത്താനാണ് മത്സരിച്ചത്. ഇതാണ് ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ ദുരന്തം. നമ്മുടെ ഹൃദയങ്ങൾ കല്ലായി മാറിയിരിക്കുന്നു. സഹതാപമില്ലാത്ത, സ്നേഹമില്ലാത്ത, സ്വാർത്ഥതയുടെ പാറക്കല്ലുകൾ. നമ്മൾ എത്രയൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുത്താലും എത്ര പുസ്തകങ്ങൾ വായിച്ചാലും ഈ കല്ലായ ഹൃദയത്തെ സ്വയം മാറ്റാൻ നമുക്കാവില്ല. അവിടെയാണ് മനുഷ്യർ പരാജയപ്പെടുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നു, എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഇതിന്റെ യഥാർത്ഥ എബ്രായ ഭാഷ പശ്ചാത്തലം നാം മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഹൃദയം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ലേവ് എന്നാണ്. മനുഷ്യന്റെ വികാരങ്ങളുടെയും തീരുമാനങ്ങളുടെയും കേന്ദ്രമാണിത്. കല്ല് എന്നതിന് ഏബേൻ എന്നും മാംസം എന്നതിന് ബാസാർ എന്നുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം പറയുന്നത് വെറുമൊരു മനോഭാവ മാറ്റത്തെക്കുറിച്ചല്ല, മറിച്ച് പൂർണ്ണമായ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ്. എ സ്പിരിച്വൽ ഓപ്പൺ ഹാർട്ട് സർജറി. ബാബിലോണിലെ അടിമത്വത്തിൽ വരണ്ടുണങ്ങിയ താഴ്വരകളിൽ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ചുട്ടുപൊള്ളുന്ന മണൽക്കാറ്റേറ്റ് ചങ്ങലകളുടെ കിലുക്കം മാത്രമായി അവരുടെ കണ്ണുകളിലെ വറ്റാത്ത കണ്ണുനീർ. ആ അവസ്ഥയിലാണ് എസ്കേൽ പ്രവാചകൻ ഈ വാഗ്ദാനം മുഴക്കുന്നത്. ഇന്ന് ബാബിലോൺ നമ്മുടെ ചുറ്റിലുമുണ്ട്. വലിയ കോർപ്പറേറ്റ് കെട്ടിടങ്ങൾക്കും AC കാറുകൾക്കുള്ളിൽ ഇരിക്കുമ്പോഴും മനുഷ്യൻ ആന്തരികമായി അടിമകളാണ്. ദരിദ്രന്റെ നിലവിളി കേൾക്കാത്ത, സമൂഹത്തിലെ അനീതികൾക്കെതിരെ പ്രതികരിക്കാത്ത, പണത്തിനും അധികാരത്തിനും വേണ്ടി സ്വന്തം സഹോദരനെ പോലും ഒറ്റിക്കൊടുക്കുന്ന ഒരു വ്യവസ്ഥിതി. കല്ലിച്ചുപോയ ഈ സാമൂഹിക ഘടനയ്ക്ക് നേരെയാണ് പ്രവാചക ശബ്ദം മുഴങ്ങേണ്ടത്. ഒരു സിസ്റ്റത്തിനും നമ്മെ രക്ഷിക്കുവാൻ കഴിയില്ല. പുതിയൊരാത്മാവ് അകത്തു വരാതെ ഒരു മാറ്റവും സംഭവിക്കില്ല. എഹെസ്കേൽ ഈ പ്രവചനം നടത്തിയെങ്കിലും എങ്ങനെയാണ് മനുഷ്യന് പുതിയൊരു ഹൃദയം ലഭിക്കുക? ഈ വചനം വിരൽ ചൂണ്ടുന്നത് പുതിയ നിയമത്തിലേക്കാണ്, യേശു ക്രിസ്തുവിലേക്ക്. നമുക്ക് മാംസളമായുള്ള ഹൃദയം നൽകാൻ വചനം ജഡമായി, അതായത് മാംസമായി ചേർന്ന് നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14. എസ്കേൽ ദൂരെ നിന്ന് കണ്ട ആ വാഗ്ദാനം നൂറ്റാണ്ടുകൾക്കിപ്പുറം യേശു ക്രിസ്തുവിലൂടെയാണ് പൂർത്തീകരിക്കപ്പെട്ടത്. കല്ലായ ഹൃദയങ്ങൾ അലിയിക്കാൻ ക്രിസ്തു തൻ്റെ സ്വന്തം ഹൃദയം നമുക്കായി തുറന്നു തന്നു. നമ്മുടെ പാപത്തിനും തകർച്ചയ്ക്കും എത്ര ഭയാനകമായ അനുഭവത്തിലൂടെ മുന്നേറപ്പെടുവാൻ വന്നിരുന്നാലും നമ്മുടെ കഠിന ഹൃദയം കാരണം നാം ദൈവത്തിൽ നിന്നും സഹജീവികളിൽ നിന്നും അകന്നു മാറിയാലും നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഈ കല്ലിനെ ഉടയ്ക്കാൻ നമുക്ക് കഴിയില്ല. അതിന് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ, കാൽവരിയിലെ ക്രൂശ്. നമ്മുടെ കല്ലായ ഹൃദയങ്ങളെ മാറ്റുവാൻ കാൽവരിയിലെ മരക്കുരിശിൽ കിടന്ന് യേശു തൻ്റെ ഹൃദയം തകർക്കുവാൻ വിട്ടുകൊടുത്തു. പടയാളി കുന്തം കൊണ്ട് ആ നെഞ്ചിൽ കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. നമ്മുടെ സ്വാർത്ഥതയുടെയും പാപത്തിൻ്റെയും കല്ലുകളെ ഉടച്ചു കളയാൻ യേശുവിൻ്റെ ആ വിലയേറിയ രക്തത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. നമ്മുടെ കോപവും ഉത്കണ്ഠയും പാപവാസനകളും ആ ക്രൂശിലെ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് മാംസളമായ, അതായത് സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയം ലഭിക്കുക. എന്നാൽ ഓർക്കുക, കാൽവരിയിൽ കഥ അവസാനിക്കുന്നില്ല. 3-ാം നാൾ കല്ലറയുടെ വാതിൽ തുറക്കപ്പെട്ടു. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. എസ്കേൽ പറഞ്ഞ ആ പുതിയ ആത്മാവ് ഏതാണെന്ന് നമുക്കറിയാം. അത് പെന്തക്കോസ്ത് നാളിൽ അഗ്നിയായി ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏത് വരണ്ട താഴ്വരയിലും ജീവൻ വയ്ക്കാൻ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശക്തിക്ക് കഴിയും. നമ്മുടെ തകർന്ന ബന്ധങ്ങൾ, തകർന്ന സ്വപ്നങ്ങൾ, നമ്മുടെ ആത്മീയ മരവിപ്പ് ഇവയ്ക്കുമേൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ജീവൻ ഇന്നും ഇടിക്കുകയാണ്. അന്ധകാരത്തിൻ്റെ കല്ലറകളെ പൊളിച്ച് ജീവന്റെ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നമ്മുടെ ഉള്ളിലെ ഈ കല്ലുകളെ ഉടയ്ക്കുവാൻ നമുക്കാവില്ല. അങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. 2-ാം ലോക മഹായുദ്ധകാലത്ത് നാസി പടയാളികൾ കോറി ടേൺബൂം എന്ന ഡച്ച് വനിതയെയും അവരുടെ പ്രിയപ്പെട്ട സഹോദരി ബെറ്റ്സിയെയും റാവൻസ്ബ്രൂക്ക് എന്ന ക്രൂരമായ തടങ്കൽ പാളയത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി.
അവിടെ വെച്ച് പട്ടിണിയും പീഡനവും സഹിച്ച് കോറിയുടെ കൺമുന്നിലിട്ട് അവളുടെ പ്രിയ സഹോദരിയെ അവർ കൊന്നുകളഞ്ഞു. യുദ്ധമെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം 1947 ജർമ്മനിയിലെ മ്യൂണിക് നഗരത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും പ്രസംഗിക്കുകയായിരുന്നു കോറി. പ്രസംഗം കഴിഞ്ഞ് ജനങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ സദസ്സിന്റെ പിന്നിൽ നിന്ന് ഒരാൾ കോറിയുടെ അടുത്തേക്ക് നടന്നു വരുന്നത് അവർ കണ്ടു. ഒരു നിമിഷം കോറിയുടെ ശ്വാസം നിലച്ചുപോയി. ആ മുഖം അവർക്ക് മറക്കുവാൻ കഴിയുമായിരുന്നില്ല. റാവൻസ്ബ്രുക്കിൽ തന്റെ സഹോദരിയെ ക്രൂരമായി മർദ്ദിച്ച അതേ നാസി പട്ടാളക്കാരൻ. അയാൾ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയായി മാറിയിരിക്കുന്നു. അയാൾ കോറിയുടെ അടുത്തേക്ക് വന്ന് തന്റെ വലതുകൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, സഹോദരി, നിങ്ങൾ പറഞ്ഞത് എത്ര ശരിയാണ്. യേശു എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. പക്ഷേ എനിക്ക് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കണം. അന്ന് ഞാൻ ചെയ്ത ക്രൂരതകളോട് നിങ്ങൾ ക്ഷമിക്കുമോ? പ്രിയ ദൈവമക്കളെ, വർഷങ്ങളോളം ലോകം മുഴുവൻ നടന്ന ക്ഷമയെക്കുറിച്ച് പ്രസംഗിച്ച ആ ദൈവദാസി ആ നിമിഷത്തിൽ തകർന്നുപോയി. തൻ്റെ സഹോദരിയുടെ നഗ്നവും മെലിഞ്ഞൊട്ടിയതുമായ ശരീരം അവരുടെ ഓർമ്മകളിലേക്ക് വന്നു. അവരുടെ ഉള്ളിൽ വെറുപ്പിന്റെ ഒരു വലിയ കല്ല് രൂപപ്പെട്ടു. എത്ര ശ്രമിച്ചിട്ടും നീട്ടിപ്പിടിച്ച് ആ കൈ പിടിക്കാൻ കോറിയുടെ കൈകൾ ഉയർന്നില്ല. അവരുടെ ഹൃദയം ഒരു പാറക്കല്ല് പോലെ തണുത്തുറഞ്ഞു പോയിരിക്കുന്നു. മനുഷ്യന്റെ കഴിവുകേടിന്റെ ഏറ്റവും വലിയ നിമിഷം. അന്ന് ആ തണുത്തുറഞ്ഞ നിമിഷത്തിൽ കോറി കണ്ണുകളടച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചത്രേ, കർത്താവായ യേശുവേ, എനിക്ക് ഇയാളെ ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ ഹൃദയം കല്ലുപോലെ ആയിരിക്കുന്നു. എനിക്ക് സ്വന്തമായി ക്ഷമിക്കുവാൻ കഴിയില്ല. അങ്ങയുടെ ക്ഷമ എനിക്ക് നൽകണമേ. പെട്ടെന്ന് അത്ഭുതകരമായ ഒന്ന് സംഭവിച്ചു എന്ന് കോറി ഓർത്തെടുക്കുന്നു. തൻ്റെ വിറയ്ക്കുന്ന കൈകൾ ആ പഴയ പടയാളിയുടെ കയ്യിലേക്ക് വെച്ച് ആ നിമിഷം കോറിയുടെ തോളിലൂടെ കൈകളിലൂടെ ഉഷ്ണമുള്ള ഒരു വൈദ്യുത പ്രവാഹം പോലെ എന്തോ ഒഴുകിയിറങ്ങിയത്രേ. അത് ആ പഴയ നാസി പടയാളിയുടെ കൈകളിലേക്ക് പകർന്നു. വെറുപ്പിന്റെയും കോപത്തിന്റെയും ആ വലിയ പാറക്കല്ല് കാൽവരിയിലെ സ്നേഹത്താൽ ഒരു നിമിഷം കൊണ്ട് ഉരുകി ഒലിച്ചു പോകുന്ന അനുഭവം. കണ്ണുനീരോടെ കോറി ഉറക്കെ പറഞ്ഞു, സഹോദര, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ കല്ല് ഏതാണ്? വർഷങ്ങളായി നമ്മെ ദ്രോഹിച്ചവരോടുള്ള ക്ഷമിക്കാനാകാത്ത പകയാണോ? എത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ കഴിയാത്ത രഹസ്യ പാപങ്ങളാണോ? ശീലങ്ങളാണോ? അതോ ആരോടും സ്നേഹം തോന്നാത്ത മരവിച്ച ഹൃദയമാണോ? നാം എത്ര സ്വയം ശ്രമിച്ചാലും ആ കല്ല് അവിടെ തന്നെ കാണും. എന്നാൽ ഇന്ന് കാൽവരിയിലെ ക്രൂശിൽ നമുക്കായി നെഞ്ചു പിളർക്കപ്പെട്ട യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ആത്മാർത്ഥമായി ഇന്ന് കർത്താവിനോട് നമുക്ക് പറയാമോ, കർത്താവേ, എനിക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എൻ്റെ ഈ കഠിന ഹൃദയത്തെ അങ്ങെടുക്കണമേ. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി എനിക്ക് ജീവനുള്ള ഒരു ഹൃദയം തരണമേ. അങ്ങയുടെ ആത്മാവിനെ നൽകി ഞങ്ങളെ പൂർണ്ണമായി മാറ്റാൻ അവിടുന്ന് വിശ്വസ്തനാണ്. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി ദൈവവരങ്ങൾ സമർപ്പിച്ച ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവത്തിനായി ദൈവവരങ്ങൾ സമർപ്പിച്ച നമുക്ക് പ്രാർത്ഥിക്കാം.